മലപ്പുറത്ത് ഇന്ന് ഏറ്റവും പ്രധാനമായി SFIയുടെ പ്രതിഷേധം കളക്ടറേറ്റിലേക്കുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ SFIയുടെ പ്രതിഷേധത്തെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചത്? അനുജ, ആദ്യമേ പറയട്ടെ, ഇത് മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നം എന്നതിനപ്പുറത്ത് മലബാറിന്റെ ആകെ വലിയൊരു പ്രശ്നമാണ്. കാരണം മലബാറിൽ ഒന്നാകെ ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധിയുണ്ട്. മലപ്പുറത്ത് അത് കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറത്താണ് ഈ സീറ്റ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പല വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. മുഴുവൻ വിഷയങ്ങളിലും A+ ലഭ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും ഇത്തരത്തിൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുന്നത് കുറെ അധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിന്റെ വസ്തുത ഇതാണ്. അതായത് സയൻസ് പഠിക്കേണ്ട കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോ അഡ്മിഷൻ ലഭിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ ആ വിഷയങ്ങളിൽ ചേരാതെ ആ കുട്ടികൾ മാറി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരു കുട്ടിക്ക് നിലമ്പൂരിൽ അഡ്മിഷൻ ലഭിച്ചിട്ടും കാര്യമില്ല. കാരണം 1.5 മണിക്കൂറിലധികം ട്രാവൽ ചെയ്ത് വേണം ഈ വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ. അപ്പോൾ അത് പ്രായോഗികമല്ല. അപ്പോൾ ഇത്തരം തടസ്സങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ തന്നെ മറച്ചു വെച്ചാണ് വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടി, എന്നാൽ സീറ്റ് കിട്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ പോകാത്തത് എന്നുള്ളൊരു വാദം വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇന്ന് അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ SFI സമര രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ MSFന്റെയും അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെയും KSUവിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ രാവിലെ MSFന്റെ വനിതാ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റിയുടെ വനിതാ പ്രവർത്തകരുടെയും KSUവിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ മാർച്ചുകളും അതുപോലെ തന്നെ സമരങ്ങളും ഒക്കെ തന്നെ നടന്നു. തൊട്ടു പുറകെയായിരുന്നു 12 മണിയോടുകൂടി SFIന്റെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക, ഒപ്പം തന്നെ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം വിദ്യാർത്ഥി സംഘടന, അതും സർക്കാരിന്റെ തന്നെ അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച തെരുവിലിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ SFIന്റെ നേതാക്കളൊക്കെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിരോധിച്ചിരുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഈ വിഷയം പരിഹരിക്കുമെന്നും മലബാറിൽ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാണെന്നും ഈ SFIന്റെ നേതാക്കളൊക്കെ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വാക്ക് പാലിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFI തന്നെ ഈ സമര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വ്യാപക പ്രതിഷേധമാണ് മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാന വ്യാപകമായി കണ്ടത്.